രമേശി, എൻ്റെ ഒരു കസിൻ്റെ കുട്ടിയുണ്ട്. കുഞ്ഞ് ഓട്ടീസ്. അവരെപ്പോഴും ഇവിടെ താമസിക്കുന്നത്. ഒരുപാട് പീഡിയാട്രിഷ്യന്മാരെയൊക്കെ കാണിച്ചു, പക്ഷെ ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. അവരിപ്പോൾ അടുത്ത ആഴ്ച നാട്ടിൽ വരുന്നുണ്ട്. നമുക്കിവിടെ നല്ലൊരു പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഉള്ളതല്ലേ? നമ്മുടെ പീഡിയാട്രീഷ്യൻസ് ഇപ്പോൾ റൗണ്ട്സിന് വരില്ലേ? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അതേ അരുൺ സാർ വരുന്നത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇപ്പം എൻ്റെ ഒരു കസിൻ്റെ കുട്ടിയുണ്ട് സാറേ. അവരെപ്പോഴാണ് കുഞ്ഞിന് ഓട്ടീസം ആണെന്ന് അവിടെ പറഞ്ഞത്. അപ്പോൾ അവർ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ട് സാധനം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എത്ര വയസ്സായ കുഞ്ഞിന്? കുഞ്ഞിന് 2.5 വയസ്സ്. സാറേ, അപ്പോൾ ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നത്? ഓട്ടിസം ആക്ച്വലി നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്ന മുമ്പേ നമുക്കത് 100% ഉറപ്പ് വരുത്തണം ഓട്ടിസം ആണോ എന്ന്. 5 ക്രൈറ്റീരിയ പറയും. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൾ നോക്കാതെ സംസാരിക്കുന്നു, ലാക്ക് ഓഫ് ഐ കോൺടാക്ട് എന്ന് പറയും. രണ്ടാമത് സോഷ്യൽ ഇൻട്രാക്ഷൻ. എന്ന് വെച്ചാൽ അവനെ കൊണ്ട് ഒരു പ്ലേ ക്ലാസ്സിലോ അല്ലെങ്കിൽ അംഗൻവാടിയിലോ കൊണ്ടുവിടുവാണ്. അവൻ ബാക്കിയുള്ള പിള്ളേരോട് കളിക്കുന്നില്ല, ഒറ്റയ്ക്ക് മാറിയിരുന്ന് കളിക്കുന്നു. അത് ഒരു ഡേഞ്ചർ സൈനാണ്. മൂന്നാമത് റെപ്പറ്റേറ്റീവ് ആക്ഷൻ. എന്ന് വെച്ചാൽ ഒരേ കാര്യങ്ങൾ പിന്നെയും ചെയ്യും. നമ്മൾ കാണുന്നത് ചില പിള്ളേർ ഒരേ കളിപ്പാട് ഒരേ രീതിയിൽ അടുക്കി വെക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടിസം എന്ന് പറയും. പക്ഷേ അത് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യുന്ന മുമ്പേ അത് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിന് നമുക്ക് ഒത്തിരി സ്കെയിൽസ് ഉണ്ട്. ലാബ് ടെസ്റ്റ് കൊണ്ട് നമുക്ക് ഓട്ടിസം അറിയാൻ പറ്റത്തില്ല. MCHAT, DSM-5 എന്ന ക്രൈറ്റീരിയ വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇപ്പം എങ്ങനെയാണ് സാറേ? അതിന്റെ ആദ്യം കുഞ്ഞിനെ കൊണ്ടുപോകാം. നമുക്ക് ഓട്ടിസം ആണെന്ന് ഉറപ്പ് വരുത്താം. ഓട്ടിസം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ട്രീറ്റ്മെന്റ് മെയിൻലി CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഓക്കുപേഷണൽ തെറാപ്പി ഉണ്ട്, പിന്നെ സ്പീച്ച് തെറാപ്പി ഉണ്ട്. ചിലർ പറയുന്നത് സ്പീച്ച് ഡിലേ ഉണ്ട്, അപ്പോൾ സ്പീച്ച് തെറാപ്പി ഉണ്ട്, ഫിസിക്കൽ തെറാപ്പി ഉണ്ട്. എല്ലാം കൂടി ചേർന്നുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ മെയിൻലി ഓട്ടിസത്തിനുള്ളത്. പക്ഷേ ഇത് ഒത്തിരി ഏരിയയിൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന ഏരിയ ആണ്. പിന്നെ ഇത് ട്രീറ്റ്മെൻറ്റ് 3 to 5 years, 5 വർഷത്തോളം എടുക്കുന്നു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി. ഇതിനോട് നമ്മൾ ബ്രെയിൻ ടോണിക്സ് കൊടുക്കും, ബ്രെയിൻ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ നമ്മൾ വൈറ്റമിൻ ചെറുപ്പം കഴിക്കത്തില്ലേ, അതുപോലത്തെ ബ്രെയിൻ ടോണിക്, അല്ലാതെ ദോഷം ചെയ്യുന്ന മരുന്നൊന്നും തരത്തില്ല. കാരണം മെയിൻലി ജനറ്റിക് ആണ്. എന്ന് വെച്ചാൽ ജനറ്റിക് കോസ് ആണ് മെയിൻലി. പിന്നെ എൻവയൺമെൻറ്റൽ കോസും ഉണ്ട്. എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഇപ്പം നമുക്ക് സമ്പർക്കമില്ല ആൾക്കാരുമായിട്ട്, അല്ലേ? ഇപ്പം എബ്രോഡിലാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ താങ്കളുടെ കസിൻ രണ്ടുപേരും ജോലിയാണ്. അപ്പം വീട്ടിൽ മേട് നോക്കും, മേട് കുക്ക് ചെയ്യും, അവനെ TV ഓണാക്കി കൊടുക്കും. അവന് വേറെ ഇൻപുട്ട് കിട്ടുന്നില്ല. അതൊരു വെർച്വൽ ഓട്ടിസം എന്ന് പറയും. അതൊരു കാരണമാകാം. അപ്പം നമ്മുടെ നാട്ടിൽ പണ്ട് അയൽവക്കത്തെ പിള്ളേരുണ്ടായിരുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. ഇപ്പം അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് പ്രകടമാകും. അപ്പം എന്തായാലും കൊണ്ടുപോവാം, നമുക്ക് നോക്കാം. ശരി സാർ, താങ്ക് യു.